എന്നാണ് ഓവാനൊരു പരിപാടിയില്ല, വെറുതെ ഇരുന്ന് മനുഷ്യന് മടുത്തു. എന്താ പറയാ. മിണ്ടാണ്ടിരിക്കും നിങ്ങൾ. ഏട്ടന്മാരാണെങ്കിൽ ഫണ്ട് സെറ്റാക്കി അവരൊക്കെ ടൂറിന് പോയി. നമ്മളെന്താക്കാനാ? കോളേജ് കഴിഞ്ഞതോടുകൂടി പിന്നെ ആ ആഘോഷമൊന്നുമില്ല. പണ്ടത്തെ ആഘോഷമൊക്കെ അല്ലേ എന്തായിരുന്നു. അന്നത്തെ കാലൊക്കെ എന്തായിരുന്നു. എല്ലാം കഴിഞ്ഞു. ഞാനെന്താ നമ്മുടെ സ്കൂളിൽ അതിൽ കൂടെ ഒക്കെ ഒന്ന് പോയി നോക്കിയപ്പോൾ പഴയ ഓണാഘോഷമൊക്കെ ഉണ്ട് പിള്ളേരുടെ. എന്താ പിള്ളേരൊക്കെ അടിച്ചു പൊളിക്കുക. നമ്മുടെ കാലത്ത് ഇതൊന്നൊന്നുമില്ല, വെറും കുപ്പിയെടുത്ത് അടിക്കുക. എന്താലേ ഒരു ഓണത്തിന് ഒന്നുമില്ല, വേണ്ട, കുപ്പി മസ്റ്റാണ്. അതില്ലാണ്ടൊരു കാര്യം നടക്കില്ല. ഇപ്രാവശ്യത്തെ ഓണം അങ്ങ് പോയി കിട്ടി. നോക്ക്, നിങ്ങളുടെ അനിയനല്ലേ വരുന്നത്, ഷാഫി. സ്കൂളിലെ പരിപാടിനെ കുറിച്ചൊന്നും പറയണ്ട, തലവേദന. അവിടെ നീങ്ങിയിരിക്കി. നിങ്ങളെന്താ പരിപാടി അപ്പോൾ? പറഞ്ഞ പോലെ വിനീതേട്ടൻ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. എന്താ കാര്യം തന്നെ അറിയില്ല. ഇയാൾക്കിപ്പോൾ എന്ത് വിനീതിനെ വിളിക്കാനുണ്ടോ സമയം? വിനീതേട്ടാ എന്താ കാര്യം? കുപ്പിയുണ്ടോ? പറയണ്ടേ. അത് ശരി, ഞാൻ വരാം. വിനീതൻ്റെ കയ്യിൽ കുപ്പിയുണ്ടെന്ന്. നീ അവിടെ കിനിയങ്ങടാണ്. നീ വന്നോ? നീ അവിടെ കിനിയങ്ങടാണ്. ഞാനെന്തായാലും വരും, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പറഞ്ഞു കൊടുക്കും. അത് നടക്കില്ലാന്ന്. എന്നെ കൊണ്ടുപോയി ഞാൻ വീട്ടിൽ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കും. അത്രേ ഉള്ളൂ. വാ, എന്താരോടായിട്ട് എന്നെ കൂട്ടാൻ അങ്ങനെ ഒറ്റയ്ക്ക് ആഘോഷിക്കുന്നത്. വാ പോവാ. ഇപ്പൊ അവന്മാരിപ്പോ വരും കഴിഞ്ഞു പോയിട്ട്. ഏതാ കിട സാധനം. വിളിക്കും. അവന്മാരും വന്നു. എന്തൊരു ആവേശം അവന്മാര്. ആവശ്യം വേണ്ട മെല്ലെ. നിങ്ങളുള്ളോണ്ടാ ജീവിച്ചോണോ? എന്താ ഏതായാലും അടിച്ചാ പോലെ. എന്നിട്ട് എന്താണ് ഓണം വെറുതെ മൂടോഫ് അടിക്കുമ്പോഴാണ് നിങ്ങൾ വിളിച്ചത്. ഇനിയിപ്പോ ഇതുണ്ടല്ലോ, ഇതെല്ലാം ഓണം. ഇതെന്താ കളിക്കാൻ എടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടിക്ക്. പൊട്ടന്മാരാ താങ്കൾ. എന്തത്? അപ്പൊ ശരി. എടാ വെള്ളം ഒഴിച്ച് കുടിച്ച് കൂമ്പ് വന്നിട്ടാ വെറുതെ. അയാൾ ദിശയിലാന്ന് വെറുതെ. ഇപ്പോഴാണൊന്ന് ഉഷാറായത്. എന്താ കലാപരിപാടികളൊന്നുമില്ലേ? ഒരു ഡാൻസ് ഒക്കെ ആയാലേ? ഒരു ഡാൻസ് കളിക്കാ. പൂക്കളം കൂടവയവൻ കൂടെ പിടിച്ച മാവേലി. ഇതില്ലാതെ എന്തൊരോണമാണോ? തലകുത്തി മറിഞ്ഞ് അടിച്ചു കിറങ്ങി പല വഴികളിൽ ഇടിഞ്ഞു മറിഞ്ഞ് ആഘോഷിക്കാൻ ഈ സാത്താൻ കുപ്പി ഉണ്ടെങ്കിൽ പിന്നെ ഓണം അങ്ങ് അടിച്ചു തീർത്തു കളറാക്കാലോ. എന്തിനു പൂക്കളം, എന്തിനു മാവേലി, എന്തിനു പൂക്കളം, എന്തിനു മാവേലി. തലകുത്തി മറിഞ്ഞ് അടിച്ചു കലക്കി ആഘോഷിക്കാൻ ഈ സാത്താൻ കുപ്പി. ഓണത്തിന്റെ ഇന്നാണല്ലോ, ഇവനില്ലാതെ എന്താഘോഷം എവിടെ? രാജാവിനെത്തി പ്രഭയോടെ ഒരുങ്ങി നിന്നു ആഘോഷം മൂടോടാക്കി. ഈ സാധനവും എത്തി. ഇവൻ നമ്മളെ പുലിക്കളി കളിപ്പിക്കും. ഇവൻ നമ്മളെ മാവേലിയാകും. തലകുത്തി മറിഞ്ഞ് അടിച്ചു കിറങ്ങി പല വഴികളിൽ ഇടിഞ്ഞു മറിഞ്ഞ് ആഘോഷിക്കാൻ ഈ സാത്താൻ കുപ്പി ഉണ്ടെങ്കിൽ പിന്നെ ഓണം അങ്ങ് അടിച്ചു തിമിർത്തു കളറാക്കാലോ.
നോട്ടിഫിക്കേഷൻ ഫോൺ ഇയാളുടെ ഫോണൊക്കെ ഉണ്ടല്ലോ. ലോക്ക് അൺലോക്ക് പരമാറി. ഇവന് പെണ്ണോ? ഇവള് ആ വിനീതേട്ടൻ്റെ അനിയത്തിയായിരുന്നു അവൻ്റെ അവള്. ഷാഫി എന്താടാ ഈ പെണ്ണിനൊക്കെ മനസ്സിലായ? എടാ മറ്റേ വിനീതേട്ടൻ്റെ അനിയത്തില്ലേ, അവളുടെ കൂടെ അവൻ നിന്റെ ചേട്ടാ. മനസ്സിലായ? എനിക്ക് വയ്യത്. അയാൾ അവനെ കൂടെ നിന്ന് പറ്റിക്കുകയായിരുന്നു. അയാൾക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം. തേണ്ടി പണ്ട വരുന്നില്ലല്ലോ. അവളുടെ നമ്പർ 96723480. ഓക്കെ, ആവശ്യം. എന്നാലും ഒരു പണി കൂടെ കൊടുക്കണം. ഒരു ഫോട്ടോ ലൈക്ക് ഇത് കലക്കും. ഇതവൾ കഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഒരു ശരിയാ സമാധാനക്കായി. ഒരു പണി കൊടുത്തപ്പോ എന്ത് മനസ്സമാധാനം. ഇങ്ങനെ ഒരാളുടെ പ്രൈവസി കയറിയാണ് പെൺവെക്കുന്ന ഒരു സുഖമുണ്ടല്ലോ. അമ്മേ സവാഷ്. ഓ, ഈ ഫോൺ അവിടെ വയ്ക്കാൻ മറന്നു. ഇപ്പൊ വള്ളി അതിന് അബ്ദുക ക്ഷമിക്കണേ, സോറി. ഓക്കെ, ഗുഡ് ബോയ്. അവളാണല്ലോ. ഹലോ മോളെ, ഞാനാ കുടിച്ചിട്ടാ വിനീതേട്ടൻ്റെ പോവാ. ഞാൻ വെള്ളം അടിക്കാറില്ലാന്ന്. ഫോട്ടോയാ? ഏടാ പരന്നറിയണ അവന്മാരെ കൊണ്ട് ഏതൊരുത്തന ഒന്നും അറിയാത്തവരെ കിടപ്പാണ്ടില്ലേ. പ്രണയ എനിക്ക് 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 നീ കുറച്ചു മുമ്പ് സോറി അബ്ദുക്കാന്ന് വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കിട്ടൂ. ധാരണ നല്ല ഫോട്ടോ നമ്മളെല്ലാം വിളിച്ചില്ലേ? നിന്റെ പരിചയല്ലോ ഒറ്റടി കഴിച്ചല്ലോ. എന്താണ് എന്തും ഷാഫി നോക്ക് നോക്ക്, അവൻ കാണിച്ചു വെച്ചിരിക്കണത്. ഞാനും വിനീതനോട് വെള്ളം അടിച്ചിരിക്കുന്നത് എൻ്റെ ആൾ കഴിച്ച് കൊടുത്തിരിക്കുക. അവൻ നോക്കാം, അവൻ കാണിച്ചു കൊടുത്ത് വെള്ളം അടിച്ചിരിക്കുന്ന ഫോട്ടോ. വിനീതേട്ടാ നോക്ക്, ആ ഞാനും നിങ്ങളും വെള്ളം അടിച്ച ഫോട്ടോ എൻ്റെ ആൾ കഴിച്ചു കൊടുത്തിരിക്കുക. അവൻ എടാ ഇതാര് കാണിച്ചാലും മോശമായി പോയിട്ടോ. അല്ല അത് ഇവിടാണോ നിന്റെ ആള്? എടാ എന്റെ അനിയത്തിനോടൊപ്പം ചാറ്റ് ചെയ്തിട്ട് എന്റെ തന്നെ കാണിക്കുക. ഇതില് സംബന്ധമാ ദൈവമായിട്ടാണ് എന്റെ അടുത്ത് കാണിച്ചത്. പിന്നെ ഇത്രാനും കൂടെ തന്നെ ഇമാതിരി കോപ്പലെ പരിപാടി അടിക്കുന്നതാ. പിന്നെ നിനക്കെന്നെ അറിയാം, ഇതിന് മറുപടി പറഞ്ഞിട്ട് പോകേണ്ടത് കാണിച്ച് തെണ്ടിത്തന്നെ ഉണ്ടാ. എന്റെ അനിയത്തിനെ കൊണ്ട് ഇവിടെ ഇത്ര ഉണ്ടാക്കി കുടിക്കുന്നത് ഇതിനെ സമ്മതിക്കണം. എന്ത് ഇതിലോ മറുപടി പറടാ, പറഞ്ഞു കൂടെ നടന്നിട്ട് ഒരുമാതിരി മറ്റടുത്ത കൊടുത്തിട്ട് പരിപാടി ആണെങ്കിൽ നീ പറഞ്ഞിട്ട് പോകാൻ നേരം. എന്ത് കാര്യം എന്താ? നീ ഇത് ഇത്രയും കൂടുതൽ പേടിക്കുക. ഇത് ശരിയായി നടക്കില്ലാതെ നടക്കില്ല. മാതിരി കൂടെ നീ അങ്ങോട്ട് പോറോ, നീ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചടാ. പന്ന ഇതിനാണ്ട നീ അവളുടെ നമ്പറിലേക്ക് വാങ്ങിച്ചത്. പന്ന നീയൊക്കെ എന്താ നീ ഇവിടെ നിൽക്ക്, നീ എവിടേക്കാ പോക്ക്? നീ കാര്യത്തിൻ്റെ ചേട്ടൻ പണ്ടാരും വെറുതെ എൻ്റെ അങ്ങനത്തെ പറഞ്ഞാ മാറിക്കോ. അമ്മേ ഇവന്മാർക്ക് കല്ലുണ്ടാക്കി സ്വയം ചത്താൽ പോരെ, എന്നെന്തിനെങ്കിലും കൊല്ലു. അമ്മ ഇതിവിടെ ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാവും. ആരുടെ കൂടെയാണ് ഇത്ര നേരം ചിരിച്ച് കളിച്ച് ചാറ്റ് ചെയ്യുന്നത്? ഇങ്ങനെ ആരോട് നീ പതിയാനാണ്?
മാറിക്കടാ. ഈ പെണ്ണിന്റെ പേരും പറഞ്ഞിട്ട് നമ്മൾ എന്തിനാടാ തല്ലു കുടിച്ചാവണ്? ശരിടാ, ഞാൻ തലേ ക്ഷമിക്ക്. ഞാൻ ആ സമയത്ത് ഇതിൽ ഈ കേസിൽ നമ്മളങ്ങനെ മുടക്കാൻ പാടില്ല. എന്നാലും നീ എൻ്റെ കൂടെ പോയിട്ട് എൻ്റെ അടുത്ത് തന്നെ നമ്പർ വാങ്ങിച്ചിട്ട് ഈ പരിപാടി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പരമാറി പോട്ടെ, എല്ലാം അങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? നീ അത് വിട്. എന്തെങ്കിലും ചെയ്യുന്നേ നീ അതൊന്ന് ക്ഷമിക്ക്. സോറി. ഇനി പറഞ്ഞിട്ട് കാര്യമല്ലോ, എല്ലാം കഴിഞ്ഞില്ലേ? നീ ഇങ്ങനെ ഇമോഷണലൊന്നും വേണ്ട. ഞാനത് പറഞ്ഞേ അടിച്ച് കഴിഞ്ഞാൽ എല്ലാം പോക്കാം. എന്തെങ്കിലും കൊണ്ട് ക്ഷമിച്ചാളും. അതെല്ലാം സാഹചര്യം ഉണ്ടാവുക. നീ കാണിച്ച പോത്ര ശരിയൊന്നുമല്ലോ. ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നെയ്യും കൂടെ ഉണ്ട്. എല്ലാം നിൻ്റെ അറിവുന്ന കാര്യങ്ങളാണ്. എന്നാലും നീ മനുഷ്യനാടാ. ഈ എൻ്റെ അടുത്ത് തന്നെ എല്ലാം കൂടെ നടന്നിട്ടും എൻ്റെ വീട്ടിൽ തന്നെ ഇങ്ങനത്തെ ഒരു പണി നീ ഇങ്ങനെ ഒപ്പിച്ചത് ശരിയായില്ല. നിന്നെ കൊണ്ട് എങ്ങനെ സാധിക്കണം? അബ്ദു സമ്മതിക്കണം. നീ 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 വലിയവനാവടാ, വലിയനാകും. അതിനും വലിയ പൊട്ടനും അവളോട് ചാറ്റും ചെയ്തിട്ട് അവളെ എൻ്റെ അടുത്ത് തന്നെ കൊണ്ട് നീ കാണിച്ചു തരുന്നുള്ളതാ പൊട്ട. ഇങ്ങനത്തെ പരിപാടികളൊക്കെ രഹസ്യം കൊണ്ട് നടക്കാൻ പറ്റില്ലെങ്കിൽ നിൽക്കരുത്. ശരി പോട്ടെ, ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യം. എല്ലാം വീട് കഴിഞ്ഞത് കഴിഞ്ഞു. ഇത് മനസ്സിൽ വെക്കണ്ട. സോറി ചേട്ടാ. എന്തല്ലേ മനുഷ്യൻ ഇരിക്കും. അത്രേ ഉള്ളൂ. അങ്ങോട്ട് നീങ്ങിയിരിക്കും ചേട്ടാ. നീ ചെയ്ത് തെണ്ടിത്തരാണെങ്കിലും വിനീതേട്ടൻ മുതിർന്ന ഒരാളായതുകൊണ്ട് ക്ഷമിച്ചു കിട്ടും. നീ വീട്ടിൽ കയറി അധികം ഷോ കാണിച്ചാൽ നിന്ന് താഴെ പിടിച്ചാൽ ചെമലടിക്കും. ഓക്കെ? അതെന്താ എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയിട്ട് കിടന്ന് ചിരിക്കണമൊക്കെ വേൻ. അല്ല പിന്നെ ആരോട് ഇത്? ഈ നായിൻ്റെ മോനാണ് എല്ലാത്തിനും കാരണം. എന്നിട്ട് അവൻ ഇരുന്ന് ചാറ്റ് ചെയ്യും. ഇത് വന്ന് നമുക്ക് നോക്കാവാ. എനിക്കെന്തത്ര ഉണ്ടാക്കാനുള്ള ഇവിടെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇവൻ നീ ആരുടെ അടുത്താണ്ട് എത്ര നേരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? അതെ കറണ്ട് നീ എന്ത് ചെയ്യാനാടാ? ഇവിടെ ഈ പണി ഉണ്ടാക്കിയിട്ട് നീ കിടന്ന് ചിരിക്കണോടാ? പറയണ നിന്റെ എപ്പോഴത്തുള്ള ഈ സ്വഭാവം വേണ്ട. ആൾക്കാർ പ്രൈവസി കയറി ആക്കരുത് കേട്ടോ. വെറുതെ വല്ലവന്റെ കാര്യത്തിൽ കയറി നീ എന്തിനാടാ ഇടപെടണ്? പറ, നീ എന്തിനാ അവന്റെ കാര്യത്തിലൊക്കെ കയറി ഇടപെടാൻ പോണം? നാശിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കള്ളു കുടിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ ആ ഫോട്ടോ ഒക്കെ എടുത്ത് നീ അയച്ചു കൊടുക്കുക ചെയ്യാം. അല്ല പിന്നെ നീ ഇത്ര നേരം കുത്തി എങ്ങനെയാടാ ഒക്കെ ഇവനെ എന്റെ അനിയത്തിനോട് ചാറ്റ് ചെയ്തോണ്ടിരിക്കുക. ആ നമ്പർ എടുത്തിട്ട് എന്താ പണ്ടാ എല്ലാവർക്കും എന്റെ അനിയത്തിന് മതിയാ. എടാ നിനക്ക് ഈ പണിയൊക്കെ വശം ഉണ്ടായിരുന്നാ? ഇത്ര നേരം സെറ്റാക്കിയ ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു. കഴിവാണടാ കഴിവ്. അങ്ങനെ നമ്മൾ സൂചിക്കണ്ട. ആഹാ അത് ശരി. നമുക്ക് ഞാൻ നമ്മൾ സംസാരം നോട്ടെ. ഹലോ ഡി, നീ ആ പ്രവണൻ്റെ അടുത്തൊക്കെ ചാറ്റിടും ഞാൻ കണ്ടു. അവനാകെ ശരിയല്ല. വെറുതെ അവൻ നിങ്ങളുടെ പ്രായം കുറവാണെന്ന് വെറുതെ അവൻ്റെ അടുത്ത് നീ കമ്പനിയായിട്ട് ശരിയല്ല. എടേ അവൻ കള്ളു കുടിക്കും, എല്ലാ പരിപാടിയും ചെയ്യും, ചെയ്ത വൃത്തിയോടൊന്നുമില്ല. എന്താടേ അത് ശരിയായില്ല. നിങ്ങളുടെ ഒന്നും ശരിയില്ലെന്ന്. എടി എന്നാളത് എനിക്ക് അവനെ മതിയെന്നാ? എങ്ങനെടി? എനിക്ക് അവൻ തന്നെ മതിയില്ലേ? പണ്ടറിയണായിട്ട് എന്തായി ഈ പരിപാടി നമ്മൾ ഇന്ന് ഒന്നര തുടങ്ങിയതല്ലല്ലോ അബ്ദുക. നമ്മൾ ഈ പരിപാടി ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മളത് വാശുള്ളതുകൊണ്ട് വേണ്ട. ഇതൊക്കെ ഞാൻ പോകും ചെയ്യും. അത് നമുക്കൊരു വിഷയിലെ കേരളല്ലോ. അവിടെ ഏട്ടൻതാ വിനീതേട്ടൻ ഇരിക്കുന്നു. വിനീതേട്ടൻ ഒന്നും വിചാരിക്കരുത്. സോറി, ആ ഫോണിൻ്റെ ഒരു എന്നോടാ കളി. ഈ പരിപാടി ഞാൻ ഇന്ന് ഒന്നര തുടങ്ങിയതല്ല, മിനിഞ്ഞാന്നാണ്. അവനോട് ഷോ മാർഗടി പോട്ടി. ഇതുകൊണ്ടൊന്നും ഞാൻ തളരുന്ന വിചാരിക്കണ്ട. ഇതൊന്നുമില്ല. എന്നെ തടയണം. നിന്നെയുണ്ടല്ലോ എനിക്ക്